ഗസലായി പാടുന്നീരാവേറെ ഓർമ്മകൾ ഇശലിൻ താളങ്ങളായി മാറി നൊമ്പരം ഓരിതളായി. ഹേയ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഈദ് വ്ലോഗാണ്. ഈദ് ഷോപ്പിങ്ങും പിന്നെ നമ്മുടെ പെരുന്നാളിൻ്റെ അന്ന് നടന്ന കുറച്ച് കാര്യങ്ങളും അങ്ങനത്തേക്കുള്ളൊരു സിമ്പിൾ വ്ലോഗാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നല്ല ത്രോട്ട് പെയിൻ ആണ്, അതുകൊണ്ട് തന്നെ മാക്സിമം വോയിസ് ഓവർ കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈദിൻ്റെ തലേദിവസമാണ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോയത്. വലിയ പെരുന്നാളിന് അങ്ങനെ കാര്യമായിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നടത്താറില്ല. ഈദിൻ്റെ തലേദിവസമൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒരു മോഡസ്റ്റ് വെയറോ വെസ്റ്റേൺ വെയറോ ഒക്കെ എടുത്തിട്ട് വരലാണ് പതിവ്. ചെറിയ പെരുന്നാളിനാണ് കൂടുതലും നേരത്തേക്ക് പോയി ഡ്രസ്സ് എടുക്കലും പ്രിപ്പറേഷൻ പരിപാടികളൊക്കെ ചെറിയ പെരുന്നാളിനാണ് കൂടുതൽ എല്ലാവരും ചെയ്യുമായിരിക്കാം. ഞങ്ങളങ്ങനെയാണ്. വലിയ പെരുന്നാളിന് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ആഘോഷങ്ങൾ ഉണ്ടാവാറില്ല, പക്ഷെ ചെറിയ പെരുന്നാൾ അടിപൊളിയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിലാണ് പോകുന്നത്. അപ്പോൾ ഞാനും അനിയത്തിയും ബസ്സിലാണ്, മിസ് വണ്ടിക്കാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ ആയി KSRTCയിലൊക്കെ വന്നിട്ട്, എപ്പോഴും പ്രൈവറ്റ് ബസ്സിനാണ് വരല്. അപ്പോൾ ഇന്നൊരു ചേഞ്ചിന് KSRTC ബസ്സിന് വന്നതാണ്. അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് എന്തോ 20 മിനിറ്റോ 30 അരമണിക്കൂറൊന്നും ഇല്ല, 15 മിനിറ്റ് എന്തോ ഉള്ളൂ ഷോപ്പിലോട്ട് എത്താൻ. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഇങ്ങനെ ഫ്ലവേഴ്സ് കണ്ടപ്പോൾ അതിന് ജസ്റ്റ് ക്ലിപ്സ് കാണിച്ചു തന്നാണ്. എനിക്കിങ്ങനെ ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ. അങ്ങനെ പിന്നെ ഒരു ഷോപ്പിലോട്ട് വന്നു. ഇവിടുന്ന് പിന്നെ ഉമ്മാക്കും ഉമ്മച്ചിക്കൊക്കെ നെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ പിന്നെ അവർക്ക് 1-2 എണ്ണം സെലക്ട് ചെയ്തു. പക്ഷെ ഉമ്മച്ചിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് മേടിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലോട്ട് വന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കളക്ഷൻസൊക്കെ കുറവായിരുന്നു. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഡ്രസ്സ് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 1-2 എണ്ണം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഇതന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ ഇങ്ങനെ തരുന്നില്ല, കാരണം എനിക്കിങ്ങനെ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് എല്ലാം ഈ തിരുവായി തുടങ്ങി, ഈ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതന്നെ ചൂസാക്കി. അങ്ങനെ പിന്നെ അനിയത്തിക്ക് എടുക്കലായിരുന്നു. അവൾ കുറേ സെലക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഏതോ ഒരു കൊറിയൻ ടോപ്പ് എന്തോ ആണ് എടുത്തത്. അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ ബില്ലടയ്ക്കാൻ വേണ്ടി താഴോട്ട് വന്നു. അങ്ങനെ ബില്ലൊക്കെ അടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഉമ്മച്ചിക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലോട്ട് പോയി. അങ്ങനെ ആ ഷോപ്പിലെത്തി. അവിടുന്ന് ഉമ്മച്ചിക്കും ഉമ്മാക്കുള്ള മാക്സിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാനും അനിയത്തിയും കുറച്ച് ആക്സസറീസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലോട്ട് വന്നു. അനിയത്തിക്ക് മാലയും വളയൊക്കെ എന്തോ വാങ്ങിക്കാനാണ്. ഞാനൊന്നും കഴിഞ്ഞിട്ട് മേടിച്ചില്ല. അങ്ങനെ 1-2 സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങാൻ നേരത്താണ് ഞാൻ ഈ ഒരു ക്യൂട്ട് ചെയിൻ കണ്ടത്. അപ്പോൾ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മേടിച്ചില്ല. പിന്നെ വീട്ടിലെത്തി 6 മണി 6 ടൈം എന്തോ ആയി. എല്ലാവരും മൈലാഞ്ചിയുടെ പരിപാടിയൊക്കെ തുടങ്ങി. വലിയ കാര്യമായിട്ടൊന്നുമില്ല, സിമ്പിൾ ഡിസൈൻസാണ് എല്ലാവരും ഇട്ടത്. കാരണം അറിയാലോ, വലിയ പെരുന്നാളായതുകൊണ്ട് തന്നെ ചെറിയ ഡിസൈൻസൊക്കെയാണ് എല്ലാവരും ഇട്ടുള്ളൂ. പിന്നെ കമ്പിത്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരത്തേക്ക് അതൊക്കെ തന്നെയായിരുന്നു പരിപാടി. അത് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോഴാണ് ഞാൻ മൈലാഞ്ചി ഇട്ടില്ല ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഒരു സിമ്പിൾ ഡിസൈനാണ് ഞാൻ ഇട്ടോളൂ. ഒരു താമരയും ഇതളകളൊക്കെ ഉള്ള ഒരു സിമ്പിൾ ഡിസൈനാണ് ഇട്ടത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് 3 നേരം കിടന്നുറങ്ങി. പിന്നെ രാവിലെ എണീച്ചു കഴിഞ്ഞ് പിന്നെ കുളിക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. പിന്നെ മിസ്റ്റർ വീട്ടിൽ പോകണം, മൂത്തുമാണ്ട് പോകണം, അങ്ങനെയുള്ള ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുളിക്കാൻ പോയി. അപ്പോൾ മൈലാഞ്ചി ചുമന്നതൊക്കെ നിങ്ങളെ കാണിച്ചു തന്നെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുളിക്കാനൊക്കെ പോയി. കുളി കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചിക്കൻ കറിയാണ്. പെരുന്നാളായതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പത്തിരിയും ചിക്കൻ കറിയും അങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴൊക്കെയാണ് പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ അത് കഴിക്കലായിരുന്നു.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പം ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊക്കെ അല്ലേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പകുതി വരെയാണ് എടുത്തോളൂ. അത് കഴിഞ്ഞ് ഞാൻ എടുത്തില്ല. കാരണം ഞാൻ മടിയായി പിന്നെ എടുക്കാൻ. കാരണം ഒരു ക്യാമറയും ഈ ചെയ്യൽ പരിപാടികളൊക്കെ എനിക്ക് കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പകുതി വെച്ച് നിർത്തി. അപ്പോൾ ഉള്ളത് തന്നെ നിങ്ങളൊന്ന് കണ്ടോക്ക്. സോ ദാറ്റ്സ് ഇറ്റ്. കണ്ണെഴുതുന്ന വരെയാണ് ഞാൻ എടുത്തോളും. അത് കഴിഞ്ഞ് ഞാൻ റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ഒരു മോഡസ്റ്റ് വെയർ ആണ്, ഒരു സിമ്പിൾ മോഡസ്റ്റ് വെയർ. അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്പോട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ ക്ലിപ്സ് ഞാൻ എടുത്തില്ല. പിന്നെ നേരെ പോയിട്ട് ഉമ്മയുടെ വീട്ടിലേക്കാണ്. അവിടെ വന്നു. അപ്പോൾ ഉമ്മച്ചിയൊക്കെ അതേ ബാക്കിൽ പരിപാടിയൊക്കെ തന്നെയായിരുന്നു. ഓരോന്നിങ്ങനെ ചക്ക ഉരിഞ്ഞു വയ്ക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ പിന്നെ ചക്കയൊക്കെ എടുത്ത് തന്നു ഉമ്മച്ചി. അങ്ങനെ 1-2 ചക്കയൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ മാമാൻ്റെ കുട്ടിയാണ്, എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മച്ചിയുടെ ബ്രദറിൻ്റെ മോൻ. അപ്പോൾ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചുമ്മാ ഇട്ട് കളിക്കണതാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇരുന്നു. പിന്നെ ഓരോരുത്തരായി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്പോട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ എല്ലാവർക്കും ഫോട്ടോ എടുക്കണം. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും ഈ ലൈറ്റുമ്മ കളിയൊക്കെ തന്നെയായിരുന്നു പിള്ളേർ. അവിടെ നിന്ന് നേരെ വീട്ടിലിട്ട് പോന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ ഒരു റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു റീൽ, ഇതിൻ്റെ ഒരു റീൽ ഉണ്ടല്ലോ. അപ്പോൾ കുറേ ടേക്ക് എടുത്തു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞാൽ ഒപ്പിച്ചു. അപ്പോൾ ഇങ്ങനെ കുറേ ഞാൻ ടേക്ക് എടുക്കുമ്പോൾ എനിക്കാണെങ്കിൽ ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് പാടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരെണ്ണം ഒപ്പിച്ചെടുത്തു. ഫുഡ് കഴിക്കാൻ വേണ്ടി വീണ്ടകത്തോട്ട് കയറി. അങ്ങനെ പിന്നെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞു. പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് ഊരിടാലോ, ആ ഒരു സമാധാനം ഉണ്ടല്ലോ ഈ എല്ലാം കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വാഴയിലൊക്കെ വെട്ടിയിട്ട് ഫുഡ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഒരു വർക്കൊക്കെ പാസ്സാക്കി വൈകുന്നേരം ഇപ്പോൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്യാരംസിൻ്റെ ബോർഡ് അങ്ങോട്ട് എടുത്തു. പിന്നെ ക്യാരംസ് കളി തന്നെയായിരുന്നു. ഓരോ ടീം ഇട്ടിട്ട് ആര് ജയിച്ചു ആര് തോറ്റെന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ബഹളമായിരുന്നു. ഫുൾ കളിയും ചിരിയും എല്ലാവരും. അമ്മായിയും, ഞങ്ങളുടെ അമ്മായിയാണ്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ പ്രായമുള്ളതെന്ന് പറഞ്ഞ എൻ്റെ കസിൻ, അവളുടെ അമ്മച്ചിയാണ് അമ്മായി, ബാബിച്ചിയുടെ പെങ്ങൾ. സോ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ക്യാരംസ് കളിയായിരുന്നു. പിന്നെ ഫുൾ നേരത്തേക്ക്
അങ്ങനെ രാത്രി ആയി കഴിഞ്ഞുള്ളൊരു ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പിന്നെ പോയി. കാരണം പിന്നെ മൺഡേ തൊട്ടുള്ള ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു കുട്ടി ഈദ് വ്ലോഗ്. സോ ഇഷ്ടപ്പെട്ട ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ. ഓരിതളാ